ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മൾ ഇന്നത്തെ പരീക്ഷയ്ക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സർവനാമിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇൻകെ മേ നിഹിത് സർവനാം കോൻസാ ഹെ. ഇൻകെ എന്നതിൽ അടങ്ങിയിരിക്കുന്ന സർവനാം ഏതാണ്? ഉത്തരം എ ആണ്. എ പ്ലസ് കെ ആണ് ഇൻകെ. ये इन ആയി മാറും. എ പ്ലസ് ക ഇൻക, എ പ്ലസ് കെ ഇൻകെ, എ പ്ലസ് കി ഇൻകി. ഇനി വേ ഉൻ ആയി മാറും. വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് കി ഉൻകി, വേ പ്ലസ് കോ ഉൻകോ. വഹ് ഉസ് ആയി മാറും. യഹ് ഇസ് ആയി മാറും. വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് മേം ഉസ്മേം, യഹ് പ്ലസ് മേം ഇസ്മേം. തും പ്ലസ് ക തുംഹാര, തും പ്ലസ് കി തുംഹാരി. എല്ലാവരും ഇതൊന്ന് പഠിച്ചിട്ട് പോവണേ. ഉറപ്പായും ഒരു ചോദ്യം സർവനാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ്. രാജാവിൻ്റെ ചരിത്രഗത് വിശേഷതാവുമ്പർ ടിപ്പണിയിലേക്ക്. രാജാവിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എഴുതാനാണ് 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ എഴുതണം. ഒട്ടും അറിയില്ലാത്ത കുട്ടികൾ ഇതേത് പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. ഇതേത് പാഠത്തിൽ നിന്നാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ചോദ്യം ആരംഭിക്കുന്നിടത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. രാജാ और വിദ്രോഹി നാടക്. അപ്പം ഇങ്ങനെ എഴുതാം. രാജാ और വിദ്രോഹി നാടക കാ പ്രമുഖ പാത്ര ഹേ രാജ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എഴുതാൻ അറിയത്തില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റിന് മുന്നിൽ ആരെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് അവരുടെ പേര് ചേർക്കുക. പോയിൻറ്റിൻ്റെ അവസാനം ഹേ ചേർത്ത് പോയിൻ്റ് അല്ല കുറിപ്പായിട്ട് എഴുതുക. ഉദാഹരണത്തിന് ആദ്യത്തെ പോയിൻ്റ് നോക്കാം. ആദ്യം ഘമണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് രാജ ഘമണ്ട് ഹെ. ഉറപ്പായും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സമാനാശിവാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖെ എന്നുള്ളത്. നിങ്ങൾക്കൊരു സെൻറ്റൻസ് തരും. അതിൻ്റെ സമാന ആശയം വരുന്ന വരികൾ കവിതയിലുണ്ടാകും. അത് കണ്ടെത്തി എഴുതാനാണ്. വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലാത്ത കുട്ടികൾ ഇങ്ങനെ ചെയ്യുക. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഉള്ള വേർഡ്സ് കവിതയിലുണ്ടോ നോക്കി ആ വരികളാണ് എഴുതേണ്ടത്. എപ്പോഴും 2 വരിയായിരിക്കും ആൻസറായിട്ട് വരിക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 2 വരി ആൻസറായിട്ട് വരും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്തടുത്ത് 2 വരിയായിരിക്കും. ശ്രദ്ധിക്കണേ. ഇതോടൊപ്പം തന്നെ ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡയറി, ലെറ്റർ, പോസ്റ്റർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചിട്ട് പോകാൻ മറക്കരുത്.